PM കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. PM കിസാൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണം എന്നായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിരവധി പേരെയാണ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്. എന്ത് കാരണം കൊണ്ടാണ് ഇവരെ പുറത്താക്കിയത്, അതുപോലെ തന്നെ വിതരണ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ത്യയിലുടനീളമായി 30 ലക്ഷത്തോളം പേരെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. KYC പൂർത്തിയാക്കാത്തവർ, ഭൂമിരേഖകളിൽ വ്യക്തതയില്ലാത്തവർ, ആദായനികുതി പരിധിയിൽ വരുന്നവർ എന്നിവരെയാണ് പ്രധാനമായും ഒഴിവാക്കിയിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അവിടെ നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, ബ്ലോക്ക്, അതുപോലെ വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വില്ലേജിലുള്ള PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരം വെച്ച് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളുടെ വില്ലേജിലുള്ള അർഹരായവരുടെ മുഴുവൻ പേരുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ വഴി നിങ്ങളുടെ ആധാർ നമ്പർ നൽകി KYC പൂർത്തിയായിട്ടുണ്ടോ എന്നും പരിശോധിക്കാം. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണം ഫെബ്രുവരി 8-ന് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എങ്കിലും ഔദ്യോഗികമായ വിവരം വന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ തീയതി ഉറപ്പിക്കാൻ സാധിക്കൂ. 22ാമത്തെ ഗഡു ലഭിക്കാൻ നിർബന്ധമായും ചെയ്യേണ്ടത് KYC പൂർത്തിയാക്കണം. അതുപോലെ തന്നെ കൂടാതെ തന്നെ ഫാർമർ ID ഉണ്ടായിരിക്കണമെന്ന് പുതിയ നിബന്ധനയും സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില്ലാത്തവർക്ക് ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.